ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഷിയാസ് കരീം വന്നിട്ട് അനുമോളുടെ പ്ലാച്ചി എന്ന് വെച്ചാൽ ഒരു പാവയാണ്. ആ പാവ എടുത്ത് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ട് വലിച്ചെറിയുന്നതാണ്. അപ്പൊ തന്നെ അനുമോൾ അത് പിടിച്ച് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മിക്കവാറും അനുമോൾക്ക് ഭയങ്കര മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാവയായിരിക്കും. അതെടുത്ത് വലിച്ച് ദൂരെ കളയുന്നു. അപ്പൊ തന്നെ അനുമോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. കരഞ്ഞ് ഓടി ബാത്റൂമിലോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ കരയേണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഈ ഷിയാസ് കരീം അനുമോളെ ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവർ ഒരുമിച്ച് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഇനാഗുറേഷൻസ് ഒക്കെ ചെയ്തായിരുന്നു. ഒരു അനിയത്തിക്കുട്ടീനെ പോലെ തന്നെയാണ്. എന്നിട്ടും നമ്മുടെ ഷിയാസ് കരീം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവിന്റെ ഗെയിം പോകുന്നത് തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തിരിച്ചു വരാൻ അതിനു വേണ്ടി ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ അനുമോളോടൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഇഷ്ടക്കേട് കൊണ്ടോ ചെയ്തതാവാൻ എന്ന് കരുതുന്നില്ല. കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അനുമോൾ ഒരു ഹെയ്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഷിയാസ് കരീം അങ്ങനെ ചെയ്തേക്കണേ. അത് മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ശോഭയും വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, മിങ്കിൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനൊപ്പമാണ് ഈ ഷിയാസ് കരീം ഈ പാവെടുത്ത് എറിയണത്. അനുമോള് സാർ പാവെടുത്ത് എറിയരുത് എറിയരുതെന്ന് വളരെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഷിയാസ് കരീം ആണെങ്കിലോ ഇതൊന്നും വക വെക്കാതെയാണ് എറിഞ്ഞു കളഞ്ഞത്. അപ്പൊ എന്തായാലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ഉള്ള ഒരു രീതിക്ക് ആക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകളിൽ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം.